കൊല്ലം കടക്കലിൽ മിന്നലേറ്റ് വീടും വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. മണ്ണൂർ സ്വദേശി ഗോപിനാഥന്റെ വീടാണ് കത്തിനശിച്ചത്. സംഭവത്തിൽ വീടിന്റെ വൈദ്യുത ബന്ധം പൂർണ്ണമായും കത്തിനശിച്ച് ഭിത്തി പൊട്ടിപ്പൊളിഞ്ഞു. സാരമായി പരിക്കേറ്റ ഗോപിനാഥിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി അന്തിക്കാട് മെയിൻ റോഡിൽ അമൃതം കുടിവെള്ളം പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാരും സ്കൂൾ കുട്ടികളും ദുരിതത്തിൽ. ബംഗളൂരുവിൽ ദമ്പതികൾ ആമസോൺ ആപ്പ് വഴി ഓർഡർ ചെയ്ത പാക്കേജിൽ വിഷപ്പാമ്പിനെ കണ്ടെത്തി. ദമ്പതികൾ പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാതെ ആമസോൺ. വർക്കല ശിവഗിരി മഠം സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ശിവസ്തുതി ഗുരുദേവ സമാധിയിൽ ആലപിച്ച ശേഷമായിരുന്നു മടക്കം. ഓച്ചിറ സ്കൈലാൻഡ് ജംഗ്ഷനിൽ 5-അംഗ സംഘം കഞ്ചാവുമായി പിടിയിൽ. അറസ്റ്റിലായത് ഷൈബുരാജ്, പ്രമോദ്, ജീവൻ ഷാ, കുമാർ, വിഷ്ണു എന്നിവർ. ഇവരിൽ നിന്നും 30 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വ്യത്യസ്തമായി പാടൂർ അലിമുൾ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ ദിനാഘോഷം. ആഘോഷത്തിന്റെ ഭാഗമായി ഓരോ ക്ലാസ്സിലും ഒരു ലൈബ്രറി പദ്ധതി നടപ്പിലാക്കി. വായനാദിന പരിപാടികളുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് RH ഹാരിസ് നിർവഹിച്ചു. വായനാ ദിനം ആഘോഷിച്ച് കുണ്ടഴിയൂർ GM UP സ്കൂൾ. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. അമ്മമാർക്കും കുട്ടികൾക്കുമായി നടന്ന വായനാ മത്സരം ശ്രദ്ധേയമായി. കൊല്ലം ചിതറയിൽ 14-കാരി വീടിനുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ. കക്കക്കുന്ന് സ്വദേശി പൂജ പ്രസാദാണ് മരിച്ചത്. മുറിയുടെ കതക് തകർത്ത് നോക്കിയപ്പോഴാണ് പൂജയെ ജനലിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലപ്പുഴയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. ബുധനൂർ സ്വദേശി ജയശ്രീയാണ് മരിച്ചത്. MC റോഡിൽ മാന്തുകയിൽ വെച്ചായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും ചെങ്ങന്നൂരിലേക്ക് വരികയായിരുന്ന കാറും എതിരെ വന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ജയശ്രീയുടെ ഭർത്താവ് പ്രസന്നനും ഗുരുതര പരിക്ക്. തലശ്ശേരി 3-ാം മൈലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. വിമുക്ത ഭടൻ ദിലീപ് ബാബുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അപകടം. കോഴിക്കോട് അത്തോളിയിൽ ഇടിമിന്നലേറ്റ് സ്ത്രീക്ക് പരിക്കേറ്റു. മങ്കരം കണ്ടിമീത്തൽ പ്രജികലയ്ക്കാണ് ഇടിമിന്നലേറ്റത്. 40-കാരിയായ പ്രജികല വീട്ടുവരാന്തയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇടിമിന്നലേറ്റത്. MDMA-യുമായി 23-കാരൻ പിടിയിൽ. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി സൂരജാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന MDMA-യുമായി സൂരജിനെ കൊച്ചുവേളിയിലെത്തിയപ്പോൾ റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു. കൊല്ലം കടക്കൽ കുമിളിലും നിലമേലും MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. കുമിൾ സ്വദേശി അനന്തു, നിലമേൽ സ്വദേശി ഇൻഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം നിലമേലിൽ പാമ്പ് കടിയേറ്റ് ഒട്ടകം ചത്തു. നിലമേൽ ഫൈസലിന്റെ 1.5 വയസ്സ് പ്രായമുള്ള ഒട്ടകത്തിനാണ് പാമ്പ് കടിയേറ്റത്. ചികിത്സ വൈകിയതാണ് ഒട്ടകം ചാകാൻ ഇടയായതെന്ന് ഫൈസൽ. കാനഡയിലെ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന് ആദരമർപ്പിച്ചു കനേഡിയൻ പാർലമെന്റ്. നിജ്ജറിന്റെ ചരമവാർഷിക ദിനത്തിൽ പാർലമെന്റ് മൗനം ആചരിച്ചു. ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച നിജ്ജർ കഴിഞ്ഞ വർഷം ജൂൺ 18-നാണ് വെടിയേറ്റ് മരിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തര കൊറിയൻ സന്ദർശനത്തിന് തുടക്കമായി. പുടിനെ പോങ്യാങ് വിമാനത്താവളത്തിൽ പ്രസിഡന്റ് കിം ജോങ് സ്വീകരിച്ചു. 24 വർഷത്തിന് ശേഷമാണ് പുടിന്റെ സന്ദർശനം. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്റ്റോറിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ അബീദ നിർവഹിച്ചു. ബിഷപ്പരഹിത വിദ്യാലയത്തിനായി നിസാര തുകയ്ക്ക് ഭക്ഷണം ആവശ്യക്കാരായ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനും സ്റ്റോർ വഴി ലക്ഷ്യമിടുന്നു. കടുത്ത ചൂടിൽ ഹജ്ജിനിടെ മക്കയിൽ മരിച്ചത് 557 തീർത്ഥാടകരെന്ന റിപ്പോർട്ട്. മരിച്ചവരിൽ കൂടുതലും ഈജിപ്തിൽ നിന്നുള്ള തീർത്ഥാടകർ.